അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ 5ാമത് ശാഖ തെക്കുംചെറോട് മംഗലം ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി വി.എൻ. വാസവൻ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. എഴുപത്തിയഞ്ച് വർഷത്തെ വിജയകരമായ പ്രവർത്തന പാരമ്പര്യമുള്ള അമ്പലപ്പാറയുടെ മുഖമുദ്രയായി മാറിയ അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ 5ാമത് ബ്രാഞ്ചാണ് തെക്കുംചെറോട് മംഗലത്ത് തുടക്കം കുറിച്ചത്. മന്ത്രി വി.എൻ. വാസവൻ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ഉന്നമനത്തിനായി വിവിധ മേഖലകളിലും സഹകരണ ബാങ്കുകൾ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും എല്ലാ സന്ദർഭങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് സഹകരണ മേഖല കൈക്കൊള്ളുന്നതെന്നും മന്ത്രി പറഞ്ഞു. വായ്പ കൊടുക്കലും പലിശ വാങ്ങലും മാത്രമല്ല, നമ്മുടെ നാടിന്റെ കാർഷിക മേഖലയിൽ വിവിധ തരങ്ങളിൽ ഇടപെടാൻ കഴിയുന്നു. ആരോഗ്യ പരിപാലന രംഗത്ത്, ആതുര സേവന രംഗത്തെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന പ്രധാനപ്പെട്ട സങ്കേതമായി ഈ മേഖലയ്ക്ക് മാറാൻ കഴിയുന്നു. ഇങ്ങനെ ഈ നാടിന്റെ ജനജീവിതവുമായി ബന്ധപ്പെടുന്ന വിവിധ മേഖലകളിൽ ഇടപെടാൻ ഈ സഹകരണ സ്ഥാപനത്തിന് കഴിയുന്നു എന്നത് നിശ്ചയമായും ഈ സ്ഥാപനത്തോട് വിവിധ തരത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും കരുതലും ഏറി വരുന്നു എന്ന് പൊതുവിൽ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇനിയും ആ തരത്തിൽ ഈ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുക വഴി സാധ്യമാകുന്നു. സഹകരണ മേഖല ജനജീവിതത്തിൻ്റെ സമസ്ത രംഗത്തും ഇടപെട്ട് ജനങ്ങളെ ആശ്വസിപ്പിച്ചും സഹായിച്ചും മുന്നോട്ട് പോകുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ രംഗത്തും ഏത് പ്രതിസന്ധിയും, ഏത് പ്രയാസങ്ങളും, ഏത് ബുദ്ധിമുട്ടും, ഏത് കഷ്ടപ്പാടും, ഏത് ദുഃഖവും, ഏത് ദുരിതവും ഉണ്ടായാലും അവിടെയെല്ലാം ഓടിയെത്തുന്ന ആദ്യത്തെ ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ പകരുന്ന ഒരു സമാന്തര സാമ്പത്തിക സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് സഹകരണ പ്രസ്ഥാനം തന്നെയാണ്. കേരളത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 2200 പരം വീടാണ് സൗജന്യമായി സഹകരണ മേഖല വെച്ചു കൊടുത്തത്. കോവിഡ് വന്നപ്പോൾ എല്ലായിടത്തും കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കാൻ വേണ്ടി മുൻകൈയെടുത്തത് സഹകരണ മേഖലയാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ വേണ്ടി ടാബോ മൊബൈലോ വേണം, ഓൺലൈൻ വിദ്യാഭ്യാസം വന്നപ്പോൾ പലിശരഹിത അന്ന് വായ്പ കൊടുത്തത് കേരളത്തിൽ ആകെ സഹകരണ മേഖല മാത്രമാണ് എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു. കെ പ്രേംകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷനായി. ചടങ്ങിൽ അമ്പലപ്പാറ CHC നവീകരിച്ച IP ബ്ലോക്കിന്റെ സമർപ്പണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് നിർവഹിച്ചു. സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ ഉദ്ഘാടനം ലക്കിടിപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് നിർവഹിച്ചു. ജോയിന്റ് രജിസ്ട്രാർ M ശ്രീഹരി ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. 2 യൂണിറ്റ് ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ ഉദ്ഘാടനം മുൻ MP S ശിവരാമൻ നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി M മോഹൻകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് റിട്ടയർഡ് മേജർ K രവീന്ദ്രൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M രാമകൃഷ്ണൻ, AR പ്ലാനിംഗ് M ഹരിദാസ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ ബ്ലിസൺ C ഡേവിസ്, ലക്കിടിപേരൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ കുമാരി ദേവി, വാർഡംഗങ്ങളായ അനിൽകുമാർ, കൃഷ്ണകുമാരി, K ഉണ്ണികൃഷ്ണൻ, ബേബി ഗിരിജ, ഷൊർണൂർ നഗരസഭ മുൻ ചെയർമാൻ S കൃഷ്ണദാസ്, ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ, ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K വിജയകുമാർ, കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ KP ഹരികൃഷ്ണൻ, അമ്പലപ്പാറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CC രാജൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ T ഷിബു, P A ഷൗക്കത്ത് അലി, K അയ്യപ്പൻകുട്ടി, ബാബു മൊയ്തീൻകുട്ടി, ബാങ്ക് വൈസ് പ്രസിഡന്റ് P ആദം, ബാങ്ക് ഡയറക്ടർ M ശങ്കരനാരായണൻ, ജീവനക്കാരുടെ പ്രതിനിധി M സുബ്രഹ്മണ്യൻ, ബാങ്ക് ഡയറക്ടർ K വിനോദ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയും ഇൻഷുറൻസ് പരിരക്ഷയും ബാങ്ക് ഉറപ്പാക്കുന്നുണ്ട്. കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണപ്പണയ വായ്പയും ബാങ്ക് ഉപഭോക്താക്കൾക്കായി നൽകി വരുന്നുണ്ട്. രാവിലെ 8 മണി മുതൽ 4 മണി വരെയും ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ 2 മണി വരെയുമാണ് പ്രവർത്തന സമയം. 1951 രൂപം കൊണ്ട ബാങ്ക് കാൽ നൂറ്റാണ്ടിലേറെയായി തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിച്ച് ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കായി മാറുകയും നിരവധി ദേശീയ പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. 600 കോടി രൂപയുടെ ടേൺ ഓവർ ബാങ്കിനുണ്ട്. കൂടാതെ 165 കോടി രൂപയുടെ നിക്ഷേപവും 120 കോടി രൂപയുടെ വായ്പയുമാണ് ബാങ്കിനുള്ളത്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മൈ ബാങ്ക് മൊബൈൽ ആപ്പ്, RTGS, NEFT സൗകര്യവും ബാങ്കിനുണ്ട്. 10% മുതൽ 60% വരെ വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാക്കിക്കൊണ്ട് നീതി മെഡിക്കൽ സ്റ്റോർ അമ്പലപ്പാറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വേങ്ങശ്ശേരി ബ്രാഞ്ച്, നെല്ലിക്കുറിശി, മുളഞ്ഞൂർ ബ്രാഞ്ച്, ഒഴിവുദിന സായാഹ്ന ശാഖ എന്നിവയാണ്
അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക് മറ്റ് ശാഖകൾ. സഹകരണ വകുപ്പ് നൽകുന്ന അവാർഡ്, സർക്കിൾ സഹകരണ യൂണിയൻ അവാർഡ്, നിക്ഷേപ സമാഹരണത്തിന് ജില്ലയിൽ മികച്ച നേട്ടം കൈവരിച്ചതിനുള്ള ജില്ലാ ബാങ്ക് പുരസ്കാരം എന്നിവ നേടി. ദേശീയതലത്തിൽ FCBA ഏർപ്പെടുത്തിയ വിവിധ സേവനങ്ങൾക്കുള്ള അവാർഡുകൾ തുടർച്ചയായി 2ാം വർഷവും ലഭിച്ചു. ജില്ലയിലെ മികച്ച കാർഷിക സഹകരണ സംഘങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ എക്സലൻസ് അവാർഡ് 2021-22 വർഷത്തിലും ലഭിച്ചു. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.